ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു എ DIY ഡേ. ഇന്നത്തെ DIYക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കാർഡ്ബോർഡ് പീസാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പീസ് മിററും. മിററിൻ്റെ മേലെ പെയിൻ്റ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായി ചെയ്യേണ്ടത് ഈ മിറർ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കണം. നന്നായി അമർത്തി ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വെയിറ്റ് ഉള്ളതിനെ കൊണ്ട് മിറർ അതിൻ്റെ മേലിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ പല സൈസിലുള്ള കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഈ മിററിന് ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ചെറിയ സൈസസിലുള്ള എടുക്കണം എന്നില്ല, നിങ്ങൾ കുറച്ച് വലിയ സൈസ് ആക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ ആണ്. ഞാനിവിടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തുതരാം. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇനി പരത്തി കൊടുക്കാം. നമ്മൾ കുറച്ച് നേർമയിൽ തന്നെ പരത്തിയെടുക്കണം. ഇനി നമ്മൾ ഓരോ കാർഡ്ബോർഡ് പീസസായി എടുത്തിട്ട് ഈ ക്ലേ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ. ആദ്യം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, അതിന് ശേഷം പശ വെച്ചിട്ട് ഒട്ടിക്കാം. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഇപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോർഡിൻ്റെ മേലെ പശ വെച്ചിട്ട് ക്ലേ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഷീറ്റിനും ഓരോ ടെക്സ്ചർ ഡിസൈൻസ് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മാർക്കറിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ആദ്യം കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ എല്ലാ പീസസിനും നമ്മൾ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിവിടെ ഒട്ടിച്ചു കൊടുക്കണം. പീസസിൻ്റെ ഓർഡർ തെറ്റിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനും ബാക്കിൽ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ബ്ലാക്ക് പെയിൻറ്റ് കംപ്ലീറ്റ് ആയി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഓരോ കളർ ചെയ്ത് കൊടുക്കാം. ബ്രഷ് യൂസ് ചെയ്യാതെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വേണം പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിററിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ആ പേപ്പർ മിററിൻ്റെ മേലിൽ നിന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ ആദ്യം പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിനെ കൊണ്ട് മിററിൻ്റെ മേലെയൊന്നും പെയിൻ്റ് ഒന്നും ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ മിററൊക്കെ ഇവിടെ ഫുൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഹാങ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സ്റ്റാൻഡിൻ്റെ മേലെ ചാരി വെക്കുകയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. Like, share and subscribe.